എനിക്ക് ഇപ്പോഴും ഒരു സമാധാനമായത്. ഞാൻ എന്ത് ടെൻഷൻ അടിച്ചെന്ന് അറിയാമോടാ നിനക്ക്? നീ നമുക്കൊണ്ടോ ചോദിക്കേ. എത്ര നാളായി എന്റെ സ്വർണ്ണമാല കണ്ടിട്ട്. ഈ മുക്കോണ്ട് വിട്ടിട്ടേ ചൊറിയുമായിരുന്നു. ഓ, ഈ മുക്കോണ്ട് വിടുന്നവരെയൊക്കെ സമ്മതിക്കണം. എങ്ങനെ ജീവിക്കുന്നടാ അവര്? ഇനി എന്റെ ചേട്ടന്റെ മുന്നിൽ എനിക്ക് പേടിക്കാതെ നിൽക്കാം. ഞാൻ പോട്ടെ, ഇനി വരാവേ. മാഷാ തരണേ മാല. രക്ഷപ്പെട്ട്. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോവാ. നീ കണ്ണടച്ചിട്ട് കഴിഞ്ഞിട്ടേ. ഇവിടെ വെച്ചോ? ആരെങ്കിലും കാണുമോ? കണ്ണടച്ചിട്ട് കഴിഞ്ഞിട്ടു. എന്തുവാടാ? മാലയോ? സ്വർണ്ണമാല. സ്വർണ്ണമാലയോ? സ്വർണ്ണമാല എനിക്ക് തന്നെയാണോ? പിന്നെ അല്ലാതെ ആർക്കടി. നീ എന്റെ ചേച്ചിനെ കഴുതി കിടക്കുന്ന മാല കണ്ടിട്ടുണ്ടോ? നീ ഇത് പലപ്പോഴും നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചത് എന്റെ കയ്യിലെ കാശ് കൊണ്ട് നിനക്കൊരു മാല ഞാൻ പണിയിച്ചു തരും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ? നല്ല സ്വർണ്ണമാലയൊക്കെ ഇട്ട് നോക്കട്ടെ. ചേരുവോ? കൊള്ളാം, നന്നായിട്ട് ചേരും. അത്രേ ഉള്ളു. ദൈവമേ, ഇവള് പണയം വെച്ചാൽ റിമാൻഡ് പോലും കിട്ടത്തില്ല. എടീ, ഇത് പണയം വെക്കല്ലേ. ഇല്ല. ഇനി അമ്മാവനെ വിളിക്കണം. അമ്മാവനെ ഈ മാല കൊടുക്കണം. പിണക്കം മാറ്റണം.